എസ്എഫ്ഐയുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിവീശി. സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് വർദ്ധിപ്പിച്ചതിലാണ് പ്രതിഷേധം. വലിയ പ്രതിഷേധമാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്നത്. സഹകരണ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഫീസ് വർദ്ധിപ്പിച്ചതിലുള്ള പ്രതിഷേധമാണ്. പക്ഷേ അത് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്ക് വരെ നീണ്ടു. നിധിൻ മോഹൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. നിധിൻ, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അരങ്ങേറിയത്. അതിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പല തവണകളിലായി ജലപീരങ്കി പ്രയോഗിക്കുന്നത് കാണാം. പ്രതിഷേധം അവസാനിച്ചു. എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം? സ്വകാര്യ മേഖലയിലെ ഫീസ് വർധനയ്ക്കെതിരെയാണ് സഹകരണ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഫീസ് വർധനയ്ക്കെതിരെയാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം അരങ്ങേറിയത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഏറെ നേരം അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു. നിധിൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. നിധിൻ, വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നു എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. വലിയ സംഘർഷത്തിന്റെ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും അവസാനിച്ചോ? വളരെ ദയനീയമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. കാര്യം പെൺകുട്ടികൾക്ക് സഖാക്കൾക്ക് നേരെയും പോലീസ് 5 തവണയോളം ജലപീരങ്കി ഉപയോഗിച്ചു. അവർ കേപ്പും IHRD എന്ന 2 കോളേജുകളുടെ ഫീസ് വർധനവിനെ തുടർന്നുണ്ടായ സമരത്തിനിടയിലാണ് ഇത്. അവർ ന്യായമായ അപ്പോൾ നിധിനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ ശബ്ദത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. എന്തായാലും സംഘർഷത്തിന് നേരിയ അയവ് ഇപ്പോൾ വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നു എന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്.